ഒരു കാർ സൈസ് വൈസ് വളരെ കോമ്പാക്റ്റ് ആണ്, സിറ്റിക്കകത്ത് വളരെ പെർഫെക്റ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സിറ്റി കാറാണ്. എന്നാൽ ഇതൊരു ഫുൾ സൈസ് അല്ലെങ്കിൽ ഒരു വലിയ EV പോലെ വലിയ ബാറ്ററി പാക്കും വലിയ റേഞ്ചും ആയിട്ടാണ് വന്നിരിക്കുന്നത്. അതാണ് ടാറ്റ പഞ്ച്.EV. അതിൻ്റെ ഏറ്റവും ടോപ്പ് ആൻഡ് വേരിയൻ്റ് ആണ് ഇപ്പോൾ നമ്മളുടെ കൂടെയുള്ളത്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഇതിൻ്റെ ഡിസൈനിനെ കുറിച്ച്, അതുപോലെ ഇതിൻ്റെ പ്രാക്ടിക്കാലിറ്റിനെ കുറിച്ച്, റേഞ്ചിനെ കുറിച്ച് തുടങ്ങിയുള്ള കാര്യങ്ങളാണ്. എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ആദ്യം ഞാനിതിൻ്റെ ലുക്കിനെ വളരെ പെട്ടെന്നൊന്ന് പറയാം. അത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ വണ്ടി ഓടിച്ചു കൊടുക്കുന്നത് തിരൂരിൽ നിന്നാണ്, നമ്മളിപ്പോൾ നിൽക്കുന്നത് കൊച്ചിയിലാണ്. സോ ലുക്ക് വൈസ് ഇത് ഭയങ്കര രസമുള്ളൊരു വണ്ടിയാണ്. കാരണം വെച്ചാൽ ഭയങ്കര ബോൾഡ് ആൻഡ് മസ്കുലാർ ലുക്കാണ്. അതുപോലെ തന്നെ ഒരു EV എലമെൻറ്റുകളൊക്കെ ഉണ്ട്. വളരെ കോമ്പാക്റ്റ് ആയിട്ടുള്ള സൈസാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടാൻ സാധ്യതയുള്ളൊരു ഡിസൈൻ പാറ്റേൺ ആണ്. കാരണം നമ്മൾ എവിടേക്കോ കണ്ട് ശീലിച്ച ഒരു പാറ്റേണൊക്കെ എവിടേക്കോ ഓർമ്മ വരും. DRL യൂണിറ്റുകൾ കൊടുത്തിട്ടുണ്ട്. അത് ഇവിടെ ടോപ്പിലാണ്. അതുപോലെ തന്നെ താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഹെഡ് ലാമ്പ് യൂണിറ്റ് കാണാം. ഈ ഒരു ഗ്രിൽ ഭാഗം ഒക്കെ വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ക്ലോസ്ഡ് EV എലമെൻ്റ് ആണ്. അതുപോലെ ഇവിടെയാണ് നമ്മുടെ ചാർജിങ് പോർട്ട് കൊടുത്തിരിക്കുന്നത്. 360 ഡിഗ്രി ക്യാമറ വ്യൂവും കൊടുത്തിട്ടുണ്ട്. വേറൊരു കാര്യം ഓർക്കുക, നമ്മളിപ്പോൾ ഈ ഒരു ബാറ്ററി 50% തീർത്തിട്ടാണ് ഇവിടെ നിൽക്കുന്നത്. സോ അതുകൊണ്ട് നമ്മൾ ഓടി വന്നപ്പോൾ മഴയും ചെളികളും ഒക്കെ ഉണ്ടായിരുന്നു. അതിന് ചില എലമെൻറ്റുകളൊക്കെ ഇവിടെ കാണാം. വീല് അത്യാവശ്യം നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു ഏരിയയാണ് ആ ഒരു ഭാഗത്തേക്ക് വരുന്ന സമയത്ത്. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്തേക്ക് വരുന്ന സമയത്ത് ആ ഒരു വലിയ ക്ലാഡിങ് കൊടുത്തുകൊണ്ട് തന്നെ കുറച്ചും കൂടി ഒരു SUV ലുക്ക് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതുപോലെ സൈസും ഭയങ്കര കോമ്പാക്റ്റ് ആണ് അല്ലേ, നല്ലൊരു പ്രൊപ്പോർഷൻ ഭയങ്കര കറക്റ്റായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. 15 ഇഞ്ച് വീലുകളാണ് കൊടുത്തേക്കുന്നത്. ഇനി ബാക്കിലേക്ക് വരുന്ന സമയത്തും എയറോ വിങ്സും കാര്യങ്ങളൊക്കെ കാണാം. ആൻഡ് എയറോ ഡൈനാമിസം ഒക്കെ ഭയങ്കര പ്രോപ്പറാട്ടോ. നല്ല സ്പീഡിൽ പോകുന്ന സമയത്തും ഭയങ്കര സ്റ്റേബിളാണ്. നമ്മളിന്ന് ഈ ഒരു വണ്ടി 140 കിലോമീറ്റർ സ്പീഡ് വരെ ഓടിച്ചു. ക്യാൻ യു ബിലീവ് ഇറ്റ്? ബിലീവ് ചെയ്തേ പറ്റുള്ളൂ, കാരണം നമ്മളല്ല ഓടിച്ചത്. അകത്തേക്ക് വരുന്നതിന് മുമ്പ് ഞാൻ റേഞ്ചിനെ കുറിച്ചും കൂടി സംസാരിക്കാം, ബാറ്ററി പാക്കിനെ കുറിച്ചും. അതായത് 40 kWh ബാറ്ററി പാക്കാണ് ഇപ്പോൾ നമ്മൾ ഓടിക്കുന്ന വാഹനത്തിനകത്തുള്ളത്. അത് കമ്പനി പറയുന്നത് 460 കിലോമീറ്റർ ദൂരമൊക്കെ ഒറ്റ ചാർജിൽ സഞ്ചരിക്കാമെന്നാണ്. സർട്ടിഫൈഡ് റേഞ്ചാണത്. നേരെ മറിച്ച് റിയൽ വേൾഡ് റേഞ്ചിലേക്ക് വരുന്ന സമയത്ത്, അതായത് EV യൂസേഴ്സൊക്കെ കൂടുതൽ പറഞ്ഞിട്ടുള്ള റേഞ്ച് പറഞ്ഞാൽ 350 കിലോമീറ്റർ ആണ്. നമുക്ക് എത്ര കിട്ടുന്നുണ്ട് എന്നുള്ളതിനെ കുറിച്ച് ഞാൻ ഇതിനിടയിൽ പറയുന്നുണ്ട് കേട്ടോ. സോ ഈ ഒരു ബാറ്ററി പാക്ക് 350 കിലോമീറ്റർ റേഞ്ച് നമുക്ക് തരും. അത് ടൈറ്റ് ട്രാഫിക്കിനിടയിലും അതുപോലെ തന്നെ AC ഓൺ ചെയ്തും അങ്ങനെയുള്ള പല സമയങ്ങളിലായിട്ട് ഷൂട്ട് ചെയ്തേക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ആ ഒരു കാര്യം ഓർമ്മയിലുണ്ടാവുക, റേഞ്ചും ബാറ്ററി പാക്കും. ഇനി ഇൻറ്റീരിയറിനെ കുറിച്ച് പറയാം. പഴയ ടാറ്റ കാർസിനെ അപേക്ഷിച്ച് പുതിയ ടാറ്റ കാറുകളൊക്കെ ഭയങ്കര മോഡേൺ ഇൻറ്റീരിയറാണ്. ടാറ്റ പഞ്ച്.EVയും ആ കാര്യത്തിൽ മോശമില്ല എന്നുള്ളതാണ്. ഗംഭീരമായിട്ടുള്ള ലെതറഡ് സീറ്റുകൾ വിത്ത് വെന്റിലേറ്റഡ് ഫംഗ്ഷൻസ്, അതുപോലെ തന്നെ ഒരു ഫുള്ളി ഡിജിറ്റൽ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ, ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം, അത് സ്റ്റാൻഡ് ഫ്രീ ആയിട്ട് നിൽക്കുന്നു. ഭയങ്കര റീഡബിളാണ്, വലിയ സ്ക്രീനാണ്. അതുപോലെ അവിടെ ഒരു സൺറൂഫ് കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ മാനുവലാണ്, പക്ഷേ ഇലക്ട്രിക്കലി നമുക്കിത് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും. ഓട്ടോമാറ്റിക് ഡയറക്റ്റ് അഡ്ജസ്റ്റ് ചെയ്യുന്ന റിയർ വ്യൂ മിറർ, വയർലെസ് ചാർജിങ് യൂണിറ്റ്, ഓട്ടോമാറ്റിക് AC, അത് നമുക്ക് നല്ല പവർഫുള്ളായിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റും. പെട്ടെന്ന് തണുക്കുന്നുണ്ട്. അതുപോലെ ഡാഷ്ബോർഡൊക്കെ ഭയങ്കര പ്രീമിയം ആണ്. ഇതിനാ ഒരു ഫിറ്റ് ആൻഡ് ഫിനിഷ് പോലും ഭയങ്കര നീറ്റായിട്ടുണ്ട് എന്നുള്ളതാണ്. സോ ടാറ്റ കാർ അത് ഭയങ്കരമായിട്ട് ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. ഇനി സ്റ്റിയറിംഗ് വീലിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ലെതർ സ്റ്റിയറിംഗ് വീലാണ്. ഇല്യൂമിനേഷനും അതുപോലെ തന്നെ നമ്മുടെ കൺട്രോൾ യൂണിറ്റും കാര്യങ്ങളൊക്കെ അതിനകത്ത് കാണാം. ക്രൂസ് കൺട്രോളും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ മ്യൂസിക് സിസ്റ്റവും ഭയങ്കര ക്വാളിറ്റി അല്ല കേട്ടോ. ഞങ്ങൾ ഇൻ ബിറ്റ്വീൻ അതും ടെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി പ്രാക്ടിക്കാലിറ്റിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ശരിക്കും ഇതൊരു കിടിലൻ പ്രാക്ടിക്കൽ കാറാണ് എന്ന് പറയുന്നത്. കാരണം വെച്ച് കഴിഞ്ഞാൽ സിറ്റി ട്രാഫിക്കിനിടയിൽ നമുക്ക് അടിപൊളിയായിട്ട് ഡ്രൈവ് ചെയ്യാൻ പറ്റും. ഒന്നാമത്തെ കാര്യം ഇത് സൈസ് സിഗ്സാഗ് ഒക്കെ എടുത്ത് അതിനിടയിലൂടെയൊക്കെ കയറി പോകാൻ ഇത് വളരെ എളുപ്പമാണ്. പിന്നെ ഇൻസ്റ്റൻറ്റ് ടോർക്ക്, നമുക്ക് വളരെ പെട്ടെന്ന് ടോർക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് വളരെ പെട്ടെന്ന് കയറി പോകാനും പറ്റുന്നുണ്ട് എന്നുള്ളതാണ്. സോ എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ അതുപോലെ തന്നെ ഗിയർ നോബും വളരെ അടിപൊളിയായിട്ടോ. അത് ഞാൻ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാം. ഞാൻ ഈ വണ്ടി ഡ്രൈവിന് എടുക്കുന്ന സമയത്ത് ശരിക്കും 98% ചാർജ് ഇതിനകത്ത് ഉണ്ടായിരുന്നു. ഇപ്പോൾ നമ്മൾ ഏകദേശം 80 കിലോമീറ്ററോളം സഞ്ചരിച്ചു. ഈ 80 കിലോമീറ്റർ സഞ്ചരിച്ചത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുഴുവൻ സമയവും ഞാൻ എബോവ് 90 അങ്ങനെ പറയാം, 120, 130 ആ ഒരു റേഞ്ച്. കാരണം നമ്മളിപ്പോൾ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പുതിയ ഹൈവേയിലാണ്. ഞാനിപ്പോൾ കൊച്ചിയിലേക്കാണ് ട്രാവൽ ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ വീട്ടിൽ നിന്ന് കൊച്ചിയിലേക്കുള്ള ദൂരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒരു 10 കിലോമീറ്റർ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഫുൾ ഹൈവേ ആണ്. സോ ഈ ഒരു 80 കിലോമീറ്ററിൽ 70 കിലോമീറ്ററും ഞാൻ ഹൈവേയിലാണ് സഞ്ചരിച്ചത്. അപ്പോൾ നമ്മൾ സാധാരണഗതിയിൽ റേഞ്ച് കോൺഷ്യസ് അല്ലാതെ എങ്ങനെ ഓടിക്കുക എന്നുള്ള രൂപത്തിലാണ് ഞാനിപ്പോൾ ഇതിനെ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാനിതിൻ്റെ റേഞ്ചിൻ്റെ കാര്യങ്ങൾ അങ്ങനെ കാര്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാതെ നല്ല പവറിൽ ആക്സിലറേഷൻ കൊടുക്കേണ്ടടുത്ത് അങ്ങനെ ആക്സിലറേഷൻ കൊടുത്ത് പതുക്കെ ആവണോടുത്ത് പതുക്കെ ആയി അങ്ങനെയാണ് ഡ്രൈവ് ചെയ്തത്. പിന്നെ അതേപോലെ തന്നെ ഞാൻ ക്രൂസ് കൺട്രോൾ ഉപയോഗിച്ചു. ആ ക്രൂസ് കൺട്രോൾ അധികം ഉപയോഗിച്ചത് 120ലാണ്. സോ ആ 120ൽ ക്രൂസ് ഇട്ടിട്ട് കുറേ സമയം അങ്ങനെ ഡ്രൈവ് ചെയ്തു. അങ്ങനെയൊക്കെ കൂടിയാണ് ഞാൻ ഇത്രയും നേരം ഓടിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഇത് വെച്ചിട്ട് ഇനിയും എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും,
200 കിലോമീറ്റർ 210 കിലോമീറ്റർ റേഞ്ച് കാണിക്കുന്നുണ്ട്. അത് മാറും സ്വാഭാവികമായിട്ട്. ഞാൻ ഒന്നുകൂടി ഡ്രൈവ് കോൺഷ്യസ് ആയി കഴിഞ്ഞാൽ എനിക്ക് അതിലും കൂടുതൽ നമുക്ക് സഞ്ചരിക്കാൻ പറ്റും. അതായത് റിയൽ ലൈഫിൽ എങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്കൊരു 350 കിലോമീറ്റർ ആ ഒരു റേഞ്ചിൽ നമുക്കിതിനെ എന്തുകൊണ്ടും ഡ്രൈവ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അത് കുറച്ചും കൂടി കോൺഷ്യസ് ആണെങ്കിൽ 350 അബോ നമുക്കിത് ഓടിക്കാൻ പറ്റുകയും ചെയ്യും എന്നുള്ളതാണ്. ഇപ്പോൾ ഇപ്പോഴത്തെ ഒരു കാൽക്കുലേഷൻ വെച്ചിട്ട് 280 കാണിക്കേണ്ടത് 120 130 ആ ഒരു റേഞ്ചിൽ ഇങ്ങനെ ക്രൂസ് ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ്. സോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 463 40 kWh ബാറ്ററി പാക്കിന് കമ്പനി പറയുന്ന RI സർട്ടിഫൈഡ് റേഞ്ച്, 355 കമ്പനി പറയുന്ന റിയൽ വേൾഡ് റേഞ്ച്. അതെന്തായാലും നമുക്ക് ക്ലെയിം ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. സോ ശരിക്കും ഇപ്പോൾ ഞാനൊരു ട്രാവലർ അല്ലെങ്കിൽ ഞാനിപ്പം ഒരു ബിസിനസ്സുകാരനാണ്, എനിക്ക് ഡെയിലി കൊച്ചി പോയി വരണമെന്നുണ്ടെങ്കിൽ എനിക്ക് ഈ വണ്ടി കൊണ്ട് പോയി വരാം. അപ്പ് ആൻഡ് ഡൗൺ ഈസി ആയിട്ട് ട്രാവൽ ചെയ്യാം. കാരണം 350 എന്തായാലും കിട്ടും എന്നുള്ളതുകൊണ്ട് തന്നെ ഈ പുതിയ ഹൈവേയിൽ കുറച്ചും കൂടി നമുക്ക് ഹാസിൽ ഫ്രീ ആയിട്ട് ഡ്രൈവ് ചെയ്യാം. സോ കൊച്ചി വരെയൊക്കെ ഉള്ള യാത്ര, അതായത് ഒരു 200 കിലോമീറ്റർ അങ്ങോട്ട് പോയിട്ട് ഇനി അവിടെ നമ്മൾ സംസാരിച്ചിരിക്കുന്ന സമയത്ത് ചാർജ് ചെയ്ത് കഴിഞ്ഞാലും നമുക്കിത് ഉപയോഗിക്കുകയും ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ പ്രാക്ടിക്കാലിറ്റീൻ്റെ കേസ് വരുന്ന സമയത്ത് ഒരു പരിധി വരെ റേഞ്ച് ആങ്സൈറ്റി ഇല്ലാണ്ട് നമുക്കിതിനെ ഡ്രൈവ് ചെയ്യാൻ പറ്റും എന്നുള്ളത്. ഇപ്പോൾ എനിക്ക് ഒരു കുഴപ്പമില്ല, ഞാൻ എത്ര ഇനിയിപ്പോൾ ഇത് കൊടുത്തു കഴിഞ്ഞാലും ഇനി ഇതിനകത്ത് എനിക്ക് 210 കിലോമീറ്റർ റേഞ്ച് കാണിക്കുന്നുണ്ട് വിചാരിക്കും. എനിക്ക് എത്ര സ്ഥലത്തേക്ക് ഇനി 55 കിലോമീറ്റർ ദൂരമേ ഉള്ളൂ. അതേപോലെ എനിക്ക് തിരിച്ച് വീട്ടിലേക്ക് ഒരു 140 കിലോമീറ്റർ ദൂരം കൂടിയുണ്ട്. സോ ആ ദൂരവും എനിക്ക് തിരിച്ച് കവർ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് ശരിക്കും ഈ വണ്ടി ഡ്രൈവ് ചെയ്യുന്ന സമയത്തുണ്ട്. അതാണ് ശരിക്കും നമുക്ക് വേണ്ടത് അല്ലേ. ഇപ്പോൾ ഒരു ദിവസം മാക്സിമം എനിക്കിപ്പോൾ നമ്മൾ റേഞ്ച് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തിരുവനന്തപുരം വരെ ഓടിക്കുന്നു എന്നൊക്കെ ഒഴിവാക്കി കഴിഞ്ഞാൽ മാക്സിമം ഞാനൊരു പക്ഷേ ഈ ഒരു 140 150 കിലോമീറ്ററിലൊക്കെ ഒരു ദിവസം ട്രാവൽ ചെയ്യുള്ളൂ. സോ എന്നെ സംബന്ധിച്ചോളം അത് ഓക്കെയാണ് എന്നുള്ളതാണ്. ഇനി ഇത് കുറച്ചുകൂടി ഹാസിൽ ഫ്രീ ഡ്രൈവാണ്. സിറ്റിയിലും ഇത് നല്ല രീതിയിൽ നമുക്ക് കൊണ്ടുനടക്കാൻ പറ്റുന്നുണ്ട്. ടോർക്ക് ഇനീഷ്യലി നമുക്ക് ഫുൾ കിട്ടുന്നതുകൊണ്ട് തന്നെ ക്യുക്ക് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓവർടേക്ക് ചെയ്ത് പോകാനും അതുപോലെ നിർത്തിയിട്ട് എടുക്കുമ്പോഴും ഒക്കെ തന്നെയും ഭയങ്കര എഫേർട്ട്ലെസ് ആണ്. ഒരു പ്രശ്നവുമില്ല, നല്ല കൂളായിട്ട് ഡ്രൈവ് ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ വേറൊരു കാര്യം, ഇത് ചാർജ് ചെയ്യാൻ ഒരു 1000 രൂപ ആയി എന്ന് വിചാരിക്കും. 1000 രൂപയ്ക്ക് നമുക്ക് കൊച്ചി പോയി വരാം. നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കി, ഒരു പെട്രോൾ വണ്ടിയാണെന്നുണ്ടെങ്കിൽ എത്ര പൈസ അപ്പ് ആൻഡ് ഡൗൺ പോയി വരാൻ നമുക്ക് വേണ്ടി വരും എന്നുള്ളത് വെറുതെ ഒന്ന് ആലോചിച്ച് നോക്കും. ഇപ്പോൾ എൻ്റെ എസ്ക്രോസ് 18 കിലോമീറ്ററാണ് എനിക്ക് മൈലേജ് കിട്ടുക. അപ്പോൾ അത് വെച്ച് നോക്കുന്ന സമയത്ത് ഇത് എത്രമാത്രം പ്രോഫിറ്റബിൾ ആണെന്നുള്ള നിങ്ങളൊന്ന് ആലോചിച്ച് വെറുതെ കാൽക്കുലേറ്റ് ചെയ്ത് നോക്ക്, ഞാൻ പറയുന്നില്ല. ഇനി ഒരു വലിയ ചോദ്യം ചാർജിങ്ങിനെ കുറിച്ചാണ്. 20 to 80% വെറും 30 മിനിറ്റ് കൊണ്ട് DC ഫാസ്റ്റ് ചാർജർ ഉപയോഗിച്ച് നമുക്ക് ചാർജ് ചെയ്തെടുക്കാൻ പറ്റും. അതിനൊരു കാൽക്കുലേഷൻ, അതായത് എമൗണ്ട് കാൽക്കുലേഷൻ ഞാൻ നേരത്തെ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്കത് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. മറ്റൊന്ന്, നമുക്ക് വീട്ടിൽ വെച്ചും ചാർജ് ചെയ്യാം. കുറച്ചുകൂടി ഐഡിയൽ ചാർജിങ് ആയിട്ട് നമുക്ക് വേണമെങ്കിൽ അതിനെ യൂസ് ചെയ്യാം. നമ്മുടെ AC ഫാസ്റ്റ് ചാർജർ ഉപയോഗിച്ചിട്ട് നമ്മൾ വീട്ടിൽ രാത്രി ഉറങ്ങുമ്പോൾ ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ രാവിലെ ആകുമ്പോഴേക്ക് ചാർജ് ചെയ്യും. പിന്നെ ദിവസം ഒരു 100 150 കിലോമീറ്റർ ദൂരമൊക്കെ സഞ്ചരിക്കുന്ന ആളാണെങ്കിൽ 3 ദിവസത്തിൽ ഒരിക്കൽ ചാർജ് ചെയ്താൽ മതി. എളുപ്പമല്ലേ? അടിപൊളി. ഇനി ഞാനിതിൻ്റെ കുറച്ച് ഗുണങ്ങളെ കുറിച്ച് പറയാം. ഒന്ന്, നല്ല റേഞ്ച് ഉണ്ട്, നല്ല ഡ്രൈവാണ്, ഭയങ്കര സ്മൂത്ത് ആൻഡ് റിഫൈൻഡ് ആണ്, ഫാസ്റ്റ് ചാർജിങ് ഫെസിലിറ്റി ഉണ്ട്. അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് ചാർജ് ചെയ്തെടുക്കാം. ഡ്രൈവ് അനുഭവം അടിപൊളിയാണ്. റേഞ്ചിൻ്റെ കാര്യത്തിൽ പറയുന്ന സമയത്ത് നമ്മൾ പറഞ്ഞല്ലോ 350 വരെ റിയൽ വേൾഡ് കിട്ടും. ഇങ്ങനെ കുറേ ഗുണങ്ങളുണ്ട്. നല്ല പ്രാക്ടിക്കലാണ്, അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആണ്, നല്ല ഫീച്ചേഴ്സും ഈ വാഹനത്തിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആവശ്യമുള്ള എല്ലാതും. എൻ്റെ ഫേവറേറ്റ് വെന്റിലേറ്റഡ് സീറ്റാണ്. നിങ്ങളുടെ ഫേവറേറ്റ് ഏതാണെന്നുള്ളത് നിങ്ങൾ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇതാണ് ടാറ്റ പഞ്ച് ഡോട്ട് EVൻ്റെ 40 kWh ബാറ്ററി പാക്കോട് കൂടി വന്നിട്ടുള്ള പഞ്ച് ഡോട്ട് EV വേരിയൻറ്റ്. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു എന്നുള്ളൊരു കാര്യം നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം. ഇപ്പം ഒരുപാട് കോമ്പറ്റീഷൻസ് ഈ ഒരു ഫീൽഡിനകത്തുണ്ട്, പ്രത്യേകിച്ച് വിൻസറൊക്കെ പോലെയുള്ള. സോ അതിനെ വെച്ച് നോക്കുന്ന സമയത്ത് ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിശേഷമായിട്ട് കാണാം. അതുവരെ ചെറിയൊരു ബ്രേക്ക്.